പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജയമാലമാതാവേ, സകല പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദശകവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥന. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, ഈ പ്രഭാതം അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഇന്ന് രാത്രി നല്ല ഉറക്കം ലഭിച്ചവരുണ്ട്, ഒരുറക്കവും ലഭിക്കാതിരുന്ന മനസ്സ് അസ്വസ്ഥമായവരുണ്ട്. 2 കൂട്ടക്കാരെ ഈ സമയത്ത് കർത്താവ് തിരുസേനി സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം ഈ 2 പക്ഷം ആൾക്കാരുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉറക്കം ലഭിച്ചവർക്ക് ആ സമാധാനം നിലനിന്ന് പോകാനും വലിയ ഫലങ്ങൾ, ക്രിസ്തുവിൻ്റെ ഫലങ്ങൾ, സുവിശേഷത്തിൻ്റെ ഫലങ്ങൾ പ്രയോഗിക്കാനും സഹായിക്കട്ടെ. ഉറക്കം ലഭിക്കാത്തവർക്ക് സമാധാനപ്പെട്ട് ഞങ്ങളുടെ സമാധാനം ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ക്രിസ്തുവാണ് സമാധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ക്രിസ്തുവിലൂടെ അവർക്ക് സമാധാനം ലഭിക്കാൻ, ക്രിസ്തുവാകുന്ന സമാധാനം ലഭിക്കാൻ അവരെ ക്രിസ്തുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുത്തിക്കൊണ്ട് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി ബാധിച്ച് പ്രാർത്ഥിക്കണമേ. ഈശോയെ, ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അത് എൻ്റെ കൂടെയുള്ളവൻ ചതിക്കുമോ, പാർട്ട്ണർ ചതിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് കച്ചവടത്തിൽ ആശങ്കയുള്ളവരുണ്ട്. ഏജൻ്റ് അടുത്ത് പൈസ കൊടുത്തിട്ട് സംശയത്തോടെ ചതിക്കപ്പെടുമോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. അവിടെ നിന്ന് വിസ അയച്ചിട്ടുണ്ട്, ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും പോസ്റ്റിൽ കിട്ടാത്തവരുണ്ട്. പാസ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് ആ പാസ്പോർട്ടിൽ വിസ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നവരുണ്ട്. ഇങ്ങനെ ആശങ്കപ്പെടുന്ന ജനങ്ങളെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, പല കാര്യങ്ങളെ ഓർത്തും മർത്ത പല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നീ ആകുല ചിത്തയാണെന്ന് പറഞ്ഞ പോലെ ഈശോയെ, മനുഷ്യർ പല കാര്യങ്ങളെ ഓർത്ത് ആകുല ചിത്തയാണ്. കർത്താവ്, അവർക്ക് ഒന്ന് മാത്രം മതി നീ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ദൈവത്തിൻ്റെ രാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്ന് അതിൻ്റെ അർത്ഥം. കർത്താവ്, ആ ഭാഗമാണ് ഞങ്ങളിന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവെ, നിൻ്റെ നാമത്തെ മക്കളെ ആശീർവദിക്കണം. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, നിൻ്റെ ശാരീരിക അസുഖമുള്ളവനാണ് നീയെങ്കിൽ
നീ എങ്കിലെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മാനസിക പീഡയുള്ള വ്യക്തിയാണെങ്കിൽ കർത്താവ് നിന്നെ ഈ ദിവസം ശക്തിപ്പെടുത്തട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ജീവിത പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ് നീ എങ്കിലെ കർത്താവ് നിന്റെ പ്രശ്നം ഏറ്റെടുക്കട്ടെ, നിന്നെ സമാധാനപ്പെടുത്തട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നീ ജീവിതത്തിലെ നിൻ്റെ യാത്രയിൽ തടസ്സമുള്ളവരുണ്ടാകാം. യാത്ര വേണം, യാത്ര പോകണം, യാത്ര പോയേ മതിയാവും. പക്ഷേ ആവശ്യമായ സമ്പത്തില്ല. അതിന് നമുക്ക് അവിടെ ചെന്നാൽ താമസിക്കാൻ ഇടമില്ല, അവിടെ ചെന്നാൽ അക്കോമഡേഷൻ ഇല്ല, ഫുഡില്ല, പലതരത്തിൽ ആരെ ആശ്രയിക്കുമെന്ന് അറിയാമല്ലോ, ആശ്രയിക്കാൻ ആളില്ല. അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതിൻ്റെ ആകുലതയാണ് നിനക്കെങ്കിൽ ഇന്ന് ആ ആകുലത മാറിയിരിക്കും. 71 മണിക്കൂറിൽ ആ വിഷയം മാറിയിരിക്കുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച പോലെ എല്ലാ ഇല്ലായ്മകൾക്കും വീട്, ജോലി, വിവാഹം, സമാധാനം, വഴി, വെളിച്ചം, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇല്ലായ്മയൊക്കെ കർത്താവെ പഠിച്ചിട്ട് മനസ്സിലാകണില്ല, പഠിച്ചിട്ട് കയറുന്നില്ല, പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കൂട്ടി നോക്കിയിട്ട് ഒക്കണില്ല മാർക്ക്, അങ്ങനെ എല്ലാ തരത്തിലും സമം നഷ്ടപ്പെട്ടവർ കർത്താവെ പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലം ഉണ്ടായിട്ടുള്ള വരുമാന മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്ത് വരുമാനം എന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കും എന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടണില്ല. അങ്ങനെ ഐഡിയ കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഇന്ന് കർത്താവെ 12 മണിക്കുള്ളിൽ രാത്രി 12 മണിക്കുള്ളിൽ അവർക്ക് ആവശ്യമായ ആശയങ്ങൾ കിട്ടിക്കൊണ്ട് അതിൻ്റെ അടയാളം കാണിച്ചുകൊണ്ട് അവരെ നീ സെറ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് നീ ആ മക്കളെ അനുഗ്രഹിക്കാൻ പോകുന്ന ഓരോ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ എനിക്ക് നന്ദി പറയുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ മക്കൾ ഈശോ നാമത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് ഇന്ന് ഈ ആശീർവാദം വാങ്ങിക്കുന്ന മക്കൾ ഒരെണ്ണം പോലും സങ്കടപ്പെട്ട് രാത്രി കിടക്കാൻ വരരുത്. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിന് മധ്യസ്ഥ മക്കളെ ഏൽപ്പിക്കുന്നു. നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വചനമാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം. പ്രയോറിറ്റിയുടെ കാര്യമാണ് പറയുന്നത് ഇവിടെ. മത്തായി 6:30 വായിച്ചേ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളവയെല്ലാമാണ്. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും. അപ്പോഴേ അവയോടൊപ്പം മറ്റുള്ളവയെല്ലാം, എംഫസിസ് കൊടുക്കേണ്ടത് മറ്റുള്ളവയെല്ലാം എന്നാണ്. പിന്നെ എംഫസിസ് കൊടുക്കേണ്ടത് ആദ്യം എന്നാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയുന്നതാണ്, എപ്പോഴും പറയും. കാര്യം ഇതൊരു അടിസ്ഥാന വചനമാണ്, ഇതൊരു കീ വേർഡാണ്. ഇതിട്ടാലാണ് ബാക്കിയെല്ലാം തുറന്നു കിട്ടുന്നത്. ഇതിനോട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ലൂക്ക 10:42. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പം എന്താണ് ആദ്യം ഒന്ന് പറഞ്ഞ, ആദ്യം ദൈവരാജ്യവും നീതിയും. ഇപ്പം എന്താ പറയണത്? ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. മറിയം നല്ല ഭാഗം, ദൈവവചനം നടപ്പിൽ വരുത്തുന്ന ഭാഗമാണ് നല്ല ഭാഗം. അപ്പം ദൈവവചനം ആദ്യം അന്വേഷിക്കണം, അത് നടപ്പിൽ വരുത്തുമ്പോഴാണ് ദൈവരാജ്യം വരണത് നമ്മളിൽ തന്നെ. അപ്പോൾ ബാക്കിയുള്ളത് ചേർത്ത് നൽകണതാണ്. ആ ചേർത്ത് നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് മാർത്ത പലവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള ഊക്കുണ്ടാകുകയായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം വചനവും വാചൻ്റെ ഇരുട്ടത്ത് വീട്ടിൽ കുത്തിയിരിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. വചനം നടപ്പിൽ വരുത്തുന്നത് ജീവിതത്തിൻ്റെ മുഖ്യമായ അജണ്ടയായി മാറണം. നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി വചനം ജീവിക്കുന്നതിലായി കാണണം. സുവിശേഷ സാക്ഷ്യ ജീവിതത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ചേർത്ത് നൽകപ്പെടും. എൻ്റെ പേര് സോബി ജോസഫ്. ഞാൻ 2019 ഓഗസ്റ്റിലാണ് ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 15ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ഞാൻ ഈ അൾത്താരയിൽ 3ാമത്തെ പ്രാവശ്യമാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതിന് അനുഗ്രഹിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ഈ ഉടമ്പടിയിലെ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞങ്ങളുടെ വീട് പണിയാണ്. ഞങ്ങളുടെ വീട് 25 വർഷമായിട്ട് ഉള്ളൊരു പഴയ വീടാണ് ആയിരുന്നു. അതിന് ആ വീടിൻ്റേതായ ഒത്തിരി പരിമിതികളുണ്ട്. 3 പ്രാവശ്യം ഞങ്ങളത് പുതുക്കി പണിതാണ്. എങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ആ വീട് പോരാന്ന് തോന്നി. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു പുതിയ വീട് വയ്ക്കുക, നിങ്ങൾ എന്തിനാണ് ഈ പഴയ വീട്ടിൽ പിന്നെയും പണിയുന്നതെന്ന്. പലരും അത് സന്തോഷത്തോടെ പറഞ്ഞവരുണ്ട്, പരിഹസിച്ച് പറഞ്ഞവരുണ്ട്, വിമർശിച്ചവരുണ്ട്. പക്ഷേ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മോനും ഈ ഒരു ഇതിൽ ഉറച്ചു നിന്നു. കാരണം പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട്.
ഞാൻ ഉടമ്പടിയിൽ ഇത്രയും വർഷങ്ങൾ ഞാൻ ഉടമ്പടിയിൽ ആ ഒരു നിയമം വെച്ചിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ 2024 മാർച്ചിൽ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഈ വീടിൻ്റെ കാര്യം വെച്ചിരുന്നു. ഏപ്രിൽ മാസത്തിൽ മുതൽ പണി തുടങ്ങിയത് മുതൽ ഞാൻ പരിസ്ഥിതി അമ്മയോട് പറഞ്ഞു, അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്ന പണിയാണ്, ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ ഉണ്ടായാൽ അതിൻ്റെ നാണക്കേട് എനിക്കല്ല, പരിശുദ്ധ അമ്മയ്ക്കാണ്. അതുകൊണ്ട് കാരണം ഒത്തിരി പരിഹാസങ്ങളും വിമർശനങ്ങളും ആ വീട് പുതുക്കി പണിയുന്നതിൻ്റെ പേരിലുണ്ടായി. പക്ഷേ ഒരു പുതിയ വീട് വയ്ക്കണമെങ്കിൽ അത് സാമ്പത്തികം ഒത്തിരി ആകും, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങളൊരു സാധാരണ കുടുംബമാണ്. അപ്പം ഞങ്ങളുടെ ഒരു സൗകര്യത്തിനുള്ള ഒരു വീട് അങ്ങനെ 2024 ഏപ്രിലിൽ ഞങ്ങൾ പണി തുടങ്ങി. അപ്പം ഒക്ടോബർ പരിസ്ഥിതി അമ്മയുടെ മാസം, ജപമാല മാസം പണി തീർത്ത് തരണേന്ന് മനസ്സിൽ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒക്ടോബറിൽ കൊന്തമാസം തന്നെ ആ വീടിൻ്റെ പണി തീർത്തു. അപ്പോൾ എനിക്കൊരാഗ്രഹം, ജപമാല റാലി കഴിഞ്ഞിട്ട് മതി ഈ വീട്ടിൽ കയറി താമസിക്കാനായിട്ട്. അപ്പം ഞാൻ തുടർച്ചയായി പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ, ഈശോയുടെ അനുഗ്രഹത്താൽ 4 പ്രാവശ്യം ജപമാല റാലിയിൽ എനിക്ക് സംബന്ധിക്കാൻ പറ്റി. അത് ഈ പ്രാവശ്യം എനിക്ക് 2 ആഴ്ച മുമ്പ് കാലിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പം ഞാൻ അതിനുള്ള ടാബ്ലറ്റുകളൊക്കെ എടുത്തു. അപ്പം ജപമാല റാലിയുടെ അന്ന് ആ രാത്രിയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ കരുതി എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. രാത്രിയിൽ ഒരു പോള കണ്ണടച്ചില്ല, ഉറങ്ങാൻ പറ്റിയില്ല. പക്ഷേ രാവിലെ ഞാൻ 8 മണിക്കൂർ ഉറങ്ങുന്നതിലും നല്ല ഉത്സാഹത്തോടെ രാവിലെ എഴുന്നേറ്റു. ജപമാല റാലി ഞാൻ ഉദ്ദേശിക്കുന്നതിലും നന്നായിട്ട് എനിക്ക് അതിനകത്ത് പങ്കുചേരാൻ പറ്റി. ഉദ്ദേശിച്ച സമയത്തിന് മുൻപായിട്ട് അർത്തുങ്കൽ പള്ളിയിൽ എത്തുവാനായിട്ട് പറ്റി. അപ്പം ആ ജപമാല റാലി കഴിഞ്ഞ് 27-ാം തീയതി ജപമാല റാലി, ആ 30-ാം തീയതി ബുധനാഴ്ച ഞങ്ങളുടെ വീടിലേക്ക് ഞങ്ങൾ അച്ഛനെ വിളിച്ച് വെഞ്ചരിച്ച് ഞങ്ങൾക്ക് കയറി താമസിക്കാൻ പറ്റി. പക്ഷേ പണ്ട് ഞങ്ങളെ പരിഹസിച്ചവരും വിമർശിച്ചവരും പറഞ്ഞത് പഴയ വീടാണെന്ന് ആരും പറയില്ല, ഒരു പുതിയ വീട് പണിതാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണെന്ന്. ഈ വീട് പണിയുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ 4:30-ക്കും 5-നും, ഞാൻ 4:30-ക്ക് എഴുന്നേൽക്കുന്ന ആളാണ്. അപ്പം 4:30-ക്കും 5-നും ഇടയ്ക്ക്, അത് രാത്രി സമയമാണ്, ശരിക്കും ഇരുട്ടാണ്, എങ്കിലും ഞാൻ ഇങ്ങനെ എന്നും ഈ വീടിനെ സമർപ്പിച്ച് വീട്ടിലേക്ക് നോക്കി ഞാൻ ഒരു ജപമാലയും കരുണക്കൊന്തയും ഞാൻ ചെല്ലുമായിരുന്നു. അപ്പം പലപ്പോഴും എൻ്റെ മനസ്സിലോർക്കും, അമ്മ ഞാൻ ഈ ചെല്ലുന്ന കൊന്ത അമ്മ കേൾക്കുന്നുണ്ടോ, അമ്മ അറിയുന്നുണ്ടോ? എനിക്ക് ഒരു ദിവസം ഞാനിങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കൊരു അടയാളം തരുമോ? ഞാൻ ചോദിക്കുന്നത് അധികമായിരിക്കും, എങ്കിലും എനിക്കൊരു അടയാളം തരണം. അപ്പം ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു പ്രകാശകോളം ഒന്ന് മിന്നി മറിയുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്കിത് മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ ആ പണിയുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്കൊരു നല്ലൊരു കോൺട്രാക്റ്റിനെ ദൈവാനുഗ്രഹിച്ച് കിട്ടി. അത് ആത്മാർത്ഥമായിട്ട് സ്വന്തം വീട് ചെയ്യുന്നത് പോലെ പണി ചെയ്തു. വീട് പണിയുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു, എനിക്കും എൻ്റെ ഭർത്താവിനും മോനും ഒരു ടെൻഷനും ഇല്ലായിരുന്നു. എല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനും നന്നായിട്ട് നടത്തി തന്നു. പിന്നെ ഈ വീട് പണിയുന്ന സമയത്ത് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ ഞാൻ വിശുദ്ധ തൈലം കൊണ്ട് മിക്ക ദിവസങ്ങളിലും ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. എല്ലാ ഭിത്തിയിലും കുരിശ് വരയ്ക്കുമായിരുന്നു. വെഞ്ചരിച്ച ഉപ്പ് ഞാൻ വിതറും, അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് കലക്കി വീടിനകത്തും വീടിന് ചുറ്റും തളിക്കുമായിരുന്നു. പിന്നെ ഇവിടുത്തെ കൃപാസനത്തിൻ്റെ ഇവിടുത്തെ മണ്ണ്, ആ മണ്ണ് എടുത്തു കൊണ്ടുപോയി എല്ലായിടത്തും ഇടുമായിരുന്നു. അങ്ങനെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു, ഇതെല്ലാം എൻ്റെ കഴിവുകൊണ്ടല്ല, മാതാവ് എന്നെ തോന്നിക്കുന്ന, എപ്പോഴും മാതാവ് എൻ്റെ കൂടെയുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ എന്ത് ഇതുണ്ടെങ്കിലും ഞാൻ പറയും, അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഞാൻ ഉടമ്പടിയാണല്ലോ. പണ്ട് മുതലേ അമ്മയുടെ ഒരു ഭക്തയാണ് ഞാൻ. എൻ്റെ പേര് പേര് മേരി എന്നാണ്. ഞാൻ പണ്ട് മുതലേ ഭക്തയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെ കുറച്ചുകൂടി ഞാൻ അമ്മയോട് അടുത്തു. എപ്പോഴും എല്ലാ കാര്യത്തിനും അമ്മയുണ്ടല്ലോ എന്നുള്ളൊരു വിചാരം. ദൈവാനുഗ്രഹിച്ച് ഞങ്ങളുടെ വീട് ഞങ്ങൾ ആഗ്രഹിച്ചതിലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതിലും അപ്പുറമായിട്ട് നന്നായിട്ട് ഒരു സാമ്പത്തിക ബാധ്യത ഇല്ലാതെ എല്ലാം കംപ്ലീറ്റ് ആക്കി ഞങ്ങൾക്ക് ചെയ്തു തന്നു. പഴയതായിട്ട് നാട്ടിലുള്ളവർക്ക് അറിയാം അത് പഴയ വീടാണ്, പക്ഷേ പുതിയതായിട്ട് ആരെങ്കിലും കണ്ടാലത് പഴയ വീടാണെന്ന് ആരും പറയത്തില്ല, പഴയ വീട് പണിതാണെന്ന് പറയത്തില്ല, അതുപോലെ അതാക്കി തന്നു. പിന്നെ രണ്ടാമത്തെ ഒരു സാക്ഷ്യം, അത് ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞപ്പോൾ പറയേണ്ട ഒരു കാര്യമായിരുന്നു. ഞങ്ങൾക്ക് ശകലം സ്ഥലം വിൽപ്പന വേണമായിരുന്നു, മോന് കാനഡയിൽ ഉപരിപഠനത്തിന് പോകാൻ വേണ്ടി. അതും ഞങ്ങൾ ഉദ്ദേശിച്ച വിലയിലും കൂടുതൽ, ഞങ്ങൾ ആഗ്രഹിച്ച വിലയിൽ തന്നെ ഞങ്ങൾക്കത് വിൽക്കാൻ പറ്റി. അതും ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി അവിടെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ കൊണ്ടുപോയി അവിടെ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഇതായിട്ട് പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും മിസ്തുർബാനയിൽ പോവും. ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ചിലപ്പോൾ പോകാൻ പറ്റാതെ വരുമ്പം ഞാൻ പാറപ്പള്ളിയിൽ പോകാറുണ്ട്. അപ്പോൾ രാവിലെ ഒരു ദിവസം ബസ്സിന് കയറി ഞാൻ പോകുന്നു.
അപ്പം ഈ കണ്ടക്ടർമാർ ശരിക്കും ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ നേർച്ചയ്ക്ക് ഇടാനായിട്ട് പൈസ തരും. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ തന്നു, ഞാനതെൻ്റെ ബാഗിലിട്ടു. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എന്തോ മിസ്സിങ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ബാഗില്ല. അപ്പോൾ എനിക്കൊരു സംശയം, ഞാനിത് വണ്ടിയിൽ മറന്നോ എന്തോന്ന് വെച്ചു. നോക്കിയപ്പം താഴെ വണ്ടിയുടെ അടിയിൽ, ടയറിൻ്റെ അടിയിൽ കിടക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി ഒരു ശകലം മുന്നോട്ടെടുത്താൽ ഈ ബാഗിൻ്റെ മുകളിലൂടെ കയറിപ്പോവും. കാരണം എൻ്റെ മൊബൈലും എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഞാൻ ആദ്യം ഒന്ന് മടിച്ച് നിന്നു. അവിടെ നേർച്ചയിടാൻ വണ്ടികൾ നിർത്തി ഇറങ്ങുന്നവരെല്ലാം പറഞ്ഞ് ബാഗ് എടുക്കരുത്, റിസ്ക്കാണ്, ബാഗ് പോട്ടെ, എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് മടിച്ച് നിന്നപ്പം പുറയിൽ നിന്ന് മാതാവ് പറയുന്ന പോലെ നീ എടുത്തോ, ഒന്നും പേടിക്കേണ്ടെന്ന്. എന്താണെന്നറിയത്തില്ല, ആ ഒരു ധൈര്യത്തിൽ ഞാൻ ആ ബാഗ് ഞാൻ എടുത്തു. സാധാരണ വണ്ടി അവിടെ നിർത്തുവാണെങ്കിൽ പെട്ടെന്ന് അവർ വിട്ടു പോകുന്നതാണ്. പക്ഷേ അന്ന് ആ ഡ്രൈവറിനെ മാതാവ് അവിടെ പിടിച്ച് നിർത്തിയതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ ഒരു പ്രശ്നം 35 വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് അത് എൻ്റെ പൂർണ്ണമായിട്ട് മാറി. അല്ലെങ്കിൽ ഒരു 2-3 മാസം കൂടുമ്പോൾ ഒരു ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ബുദ്ധിമുട്ടാകും, തലകറക്കം, ഛർദി. പിന്നെ ഒരു മാസത്തോളം ഞാൻ മെഡിസിൻ എടുക്കണം. മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ദൈനംദിന ജോലികൾ പോലും എനിക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു രോഗം ഇപ്പോൾ എനിക്കില്ല. അതുപോലെ തന്നെ തലവേദന, നേരത്തെ തലവേദനകൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഞാനത് ടാബ്ലറ്റ് എടുക്കാതെ എൻ്റെ തലവേദന ഒരിക്കലും മാറത്തില്ല. ഞാൻ ടാബ്ലറ്റ് എടുത്തില്ലെങ്കിൽ ഞാൻ അവസാനം ഛർദ്ദിച്ച് ആ ദിവസം മുഴുവൻ എൻ്റെ പോകും. പക്ഷേ ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞത് പിന്നെ അങ്ങനെ ഒരു തലവേദന എനിക്ക് ഉണ്ടായിട്ടില്ല. ചെറിയ തോതിൽ വല്ലതും ഉണ്ടായെങ്കിലും അത് പെട്ടെന്ന് ഒരു ചായ കുടിക്കും, അങ്ങനെ അതങ്ങ് തീർത്തങ്ങ് മാറുന്നുണ്ട്. പിന്നെ ഞാൻ ഉടമ്പടിയിൽ ഇപ്പം ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എൻ്റെ ഭൗതികമായ ഒരു കാര്യങ്ങളും തന്നെ വയ്ക്കാറില്ല. പിന്നെ ഈ രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ്, അനുദിന അനുഗ്രഹ പ്രാർത്ഥന, ഇത് എല്ലാ ദിവസങ്ങളും 5:30 ആ പ്രാർത്ഥന മുടങ്ങാതെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടുന്നുണ്ട്. രാവിലെ എന്തെങ്കിലും മനസ്സിലൊരു ഉത്കണ്ഠയോ ആകുലതയോ ആയിട്ടാണ് എഴുന്നേറ്റ് വരുന്നതെങ്കിലും അന്ന് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ആ വചനം, അച്ഛൻ്റെ ആ പ്രാർത്ഥന എനിക്ക് വേണ്ടിയാണെന്നുള്ള ഇതുപോലെ ആ വിഷയം തന്നെയായിരിക്കും അച്ഛൻ പറയുന്നത്. അപ്പം ഒത്തിരി ആശ്വാസമാണ് ആ ഒരു വചനം. അന്നത്തെ ആ ഡെയിലി ബ്ലെസ്സിങ് വചനം, ഡെയിലി ബ്രെഡ് ഒരു ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് വരുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള എൻ്റെ പ്രാർത്ഥനകൾ. പിന്നെ പല പ്രാവശ്യങ്ങളും മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്കുണ്ടായിട്ടുണ്ട്, മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും അതിന് അമ്മ പറഞ്ഞു തരും, ഇതാണ് വഴി, ഇതിലേ പോകുകയെന്ന്. ആ ഒരു എൻ്റെ എപ്പോഴും ഉണ്ട്, നീ നടക്കേണ്ട വഴി നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന്. എപ്പോഴും മാതാവ് എൻ്റെ കൂടെ എന്നോടൊപ്പം സഞ്ചരിക്കുവാണ്. ജീവിതകാലം മുഴുവൻ ഈ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകണമെന്ന് മനസ്സിലാഗ്രഹിക്കുന്നുണ്ട്. അതും പരിശുദ്ധ അമ്മ നടത്തി തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുവാണ്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ പത്രം ഞങ്ങളുടെ വീടിനടുത്തൊക്കെയാണ് കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇടവക പള്ളിയിൽ എവിടെയെങ്കിലും പത്രം ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോയാൽ ആ പത്രം എല്ലാം എടുത്ത് ആർക്കെങ്കിലും കൊടുക്കുക. പത്രം അവിടെ കിടക്കുന്ന കാണുമ്പോൾ മനസ്സിനൊരു ഭയങ്കര ഒരു അസ്വസ്ഥത. അതുകൊണ്ട് ആ പത്രം എല്ലായിടത്തും വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പം കുറേ നാളായിട്ട് ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ, ഗവൺമെൻറ് ആശുപത്രിയിലാണ് കൊണ്ടുപോയി പത്രം കൊടുക്കുന്നത്. പത്രം കൊണ്ടുപോകുന്നതിനൊപ്പം പൊതിച്ചോറും കൊണ്ടുപോകും. ആ പൊതിച്ചോറിനകത്ത് നേർച്ച വസ്തുവായ ഉപ്പ് വിതറി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് പൊതിച്ചോറും കൊണ്ട് പോകുന്നത്. പത്രമായിട്ട് പോകുമ്പം അവിടെ ചെന്ന് രോഗികളെ കാണുകയും അവരുടെ വിഷമങ്ങൾ കേൾക്കുകയും നമ്മളെ ചെയ്യുന്ന സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്യും. പിന്നെ ഞങ്ങൾക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടായത് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തത് പിന്നെയാണ്. അതുകൊണ്ട് ആ വരുമാന മാർഗ്ഗം കിട്ടാൻ തുടങ്ങിയത് മുതൽ ഇന്ന് വരെ മുടക്കം കൂടാതെ അതിൻ്റെ ദശാംശം എടുത്ത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ എടുക്കാറുള്ളൂ. ആ ദശാംശം ഞങ്ങൾ അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അനാഥാലയത്തിന് ഞങ്ങൾ പൊതിച്ചോറ് എല്ലാ 2ാം ശനിയാഴ്ചയും 4ാം ശനിയാഴ്ചയും പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. വീടിൻ്റെ വെഞ്ചരിപ്പ് ഞങ്ങൾ ലളിതമായിട്ടാണ് നടത്തിയത്. അത് ചിലവാകുന്ന പൈസ ഞങ്ങൾ സ്വരൂപിച്ച് വെച്ചിട്ട് ഞങ്ങൾ അനാഥാലയത്തിൽ കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ കഴിയുന്നതും ഞങ്ങൾ ആഘോഷങ്ങളും ഒക്കെ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഇവിടെ വന്ന് സെപ്റ്റംബർ 8 പിന്നെ ഡിസംബർ 8 ആ ദിവസങ്ങളിൽ മാതാവിൻ്റെ പ്രത്യേക ദിവസങ്ങളിൽ തന്നെ ഉടമ്പടി പുതുക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം എനിക്കുണ്ട്. ഞാനിവിടെ വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, പിറന്നാളുകൾ, അതൊക്കെ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയോടൊത്താണ് ഞങ്ങളത് ആഘോഷിക്കുന്നത്. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ച് അമ്മയോടുകൂടാണ് അത് ഞങ്ങൾ ചെലവഴിക്കുന്നത്. പിന്നെ പ്രാർത്ഥനകൾ ഒന്നും മുടക്കാറില്ല. എല്ലാ പ്രാർത്ഥനകളും ബൈബിള് ഇപ്പോൾ 8 തീരെ കുറഞ്ഞ് 8 അല്ലേ 10 പ്രാവശ്യം ഞാൻ സമ്പൂർണ്ണ ബൈബിൾ വായിക്കാനുള്ളൊരു അനുഗ്രഹം എനിക്കുണ്ടായി. ഒരു വർഷം 3 പ്രാവശ്യമെങ്കിലും ഞാൻ സമ്പൂർണ്ണ ബൈബിൾ വായിക്കുന്നുണ്ട്. ഈ കൊന്ത എൻ്റെ കഴുത്തിലും എൻ്റെ കയ്യിലും മുടങ്ങാതെയായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് പിന്നെയാണ്. ഈ കൊന്ത ഞാൻ ഒരിക്കലും
രാത്രിയിൽ കിടക്കുമ്പോൾ പോലും എൻ്റെ കയ്യിലുണ്ട് ഈ കൊന്ത ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളൊരു ഒന്ന് ഉറങ്ങാൻ പോലും എനിക്ക് സാധിക്കാറില്ല. അതുപോലെ തന്നെ കഴുത്തിലും. കാരണം പരിശുദ്ധ അമ്മയെ അതുപോലെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുവാണ്. അമ്മ അതുപോലെ അനുഗ്രഹങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഉടനെ അമ്മയെ വിളിക്കുന്നത്. പിന്നെ എന്തെങ്കിലും വസ്തുക്കൾ കാണാതെ പോകുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിക്കും അത് ഇന്ന സ്ഥലത്തുണ്ട്. ചിലപ്പം എൻ്റെ ജീവിത പങ്കാളി പല ദിവസങ്ങളിലായിട്ട് അന്വേഷിക്കുന്നതായിരിക്കും, പക്ഷേ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിക്കും അത് ഇന്ന സ്ഥലത്തുണ്ടെന്ന്. അങ്ങനെ തോന്നിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ എനിക്കത് കിട്ടാറുണ്ട്. പിന്നെ വിസ്തോർബാന അത് മുടക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ചിലപ്പോൾ ചില യാത്രകളൊക്കെ ഞങ്ങൾ ഒഴിവാക്കും. കാരണം എനിക്ക് വിസ്തോർബാന മുടങ്ങുമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് ഞാനത് മാറ്റി വയ്ക്കും, ആ യാത്രകൾ മാറ്റി വയ്ക്കും. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്താൽ ഞങ്ങൾ ആദ്യം വണ്ടിയിലാണെങ്കിൽ കൊന്ത ചെല്ലിക്കൊണ്ടാണ് ഞങ്ങൾ അന്നത്തെ ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത്. അമ്മയുടെ സംരക്ഷണം പിന്നെ ഈശോയുടെയും. പിന്നെ എനിക്ക് യാത്രകളിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ കയറുമ്പോൾ മുതൽ കൊന്ത ചെല്ലുമായിരിക്കും. ഞാൻ ആദ്യം ഞങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ച് ചെല്ലും, പിന്നെ ഞാൻ സൈലൻ്റായിട്ട് ഞാൻ കൊന്ത ചെല്ലും, ഇറങ്ങുന്നത് വരെയും കൊന്ത. അപ്പം എത്ര കൊന്ത എനിക്ക് ഈ യാത്രയിൽ ചെല്ലാൻ പറ്റുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ മറ്റുള്ളവർ ചിലപ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ പറയുമ്പം ഞാൻ അതൊരു ഇതായിട്ട് സാധാരണ പറയുന്ന പോലെ ആയിരിക്കും ഞാൻ അവരോട് സംസാരിക്കുന്നതെങ്കിലും പലരും പറയാറുണ്ട് എന്നോട് സംസാരിച്ചപ്പം ശരിക്കും ഒരു മനസ്സിലൊരു ആശ്വാസം കിട്ടിയെന്ന്. അതൊന്നും എൻ്റെ കഴിവല്ല, എന്നിലൂടെ തമ്പുരാൻ പ്രവർത്തിക്കുന്നതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.